അപ്പം നമ്മൾ ഇന്ന് ഓച്ചിറ അമ്പലത്തിൽ പോകാട്ടോ. കണ്ണാടിയൊക്കെ വെച്ചേട്ടോ. ഫുൾ ടൈം തലവേദന, കണ്ണിനകത്ത് പ്രഷർ അല്ലേ? കണ്ണൊന്നും കാണുന്നൊന്നുമില്ല. ഇനി ഊരിയാക്കരുതെന്നാ പറഞ്ഞത്. ഈ രാത്രി പോവാ. ലിപ്സ്റ്റിക് കിട്ടേക്കുന്നുണ്ടോ ചുണ്ടേല? ഇതാണ്ടോ ലിപ്സ്റ്റിക് കിട്ടേക്കുന്ന ഇവരൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടോ നോക്കിക്കോ ലിപ്സ്റ്റിക്. അപ്പം എനിക്ക് എന്താ കുശുമ്പ, എന്റെ ഉണ്ടൊക്കെ നല്ല ചുമന്നിരിക്കുക വേണ്ട. അപ്പം നമ്മൾ ഇന്ന് ഫുള്ള് നമ്മൾ ഓച്ചിറ അമ്പലത്തിൽ പോകുന്ന ബ്ലോഗ് സെറ്റായിട്ട് കാണാം. ഓച്ചിറയിൽ എത്തിയിരിക്കുന്നു. ഇതാണ് ആളെ തിരിച്ചറിയാൻ വേണ്ടി സെലിബ്രിറ്റി മാസ്ക് ഒക്കെ വെച്ചേക്കുന്നു. അതൊന്നുമല്ല കേട്ടോ, അമ്മയ്ക്ക് ന്യൂമോണിയ ആണ്. അതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടി മാസ്ക് വെച്ചേക്ക കേട്ടോ. ഇതാണ് ഓച്ചിറ. അതെ, പൊടി അലർജിയാ. എന്തുവാടാ? എത്ര മാസ്ക് വെച്ചാലും നടത്തവും വയറും കണ്ട നാട്ടുകാർ മനസ്സിലാക്കും. പിന്നെ ഇപ്പൊ പിള്ളേരെ എല്ലാരെയും കൂടെ വിളിച്ചു, എന്നിട്ട് അവന്റെ ഫോണും മൊബൈലും എല്ലാം പിന്നെ വീട്ടിൽ വെച്ചിട്ട് വന്നു. നടക്ക്. അപ്പൊ അമ്മയുടെ ഗൂഗിൾ പേ എല്ലാം കൊടുക്കണേ. ഇതാണ് നമ്മുടെ ഓച്ചിറ അമ്പലത്തിന്റെ എൻട്രൻസ്. ദൈവമേ, ഇതാണ് ഓച്ചിറ അമ്പലം. നമ്മളിവിടെ മെയിനായിട്ട് വരുന്നത് തൊഴാനല്ല, ഇന്ന് അല്ലേ, ഞങ്ങൾ റൈഡേ കയറാൻ, വായി നോക്കാൻ, ചുമ്മാ കടയിൽ കയറി എന്തുവാ ബജ്ജി തിന്നാൻ. കുറേ കടയുണ്ട് ഇവിടം തൊട്ട് അങ്ങ് ദൂരെ വരെ കടയാണ്. ആ കട കാണാനും കട കയറി പൈസ ചോദിക്കാനും ഒന്നും മേടിക്കാതിരിക്കാനാണ് മെയിനായിട്ട് നമ്മൾ വരുന്നത്. വൃശ്ചികം തുടങ്ങുമ്പോൾ ഓച്ചിറ ഉള്ളവർക്ക് എല്ലാം ഉത്സവം, പിന്നെ എല്ലാ ദിവസവും വൈബാണ്. ഈ റൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വൈബാണ്, കണ്ടാൽ തന്നെ അറിയാമല്ലോ. നമ്മുടെ മെയിൻ പരിപാടിയാണ് 50 രൂപ കൊടുത്ത് കാശ് കളയുക. ഇങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. നമ്മൾ വിചാരിക്കും ഇത് പെട്ടെന്ന് വീഴും, പക്ഷെ ഒന്നും വീഴത്തില്ല. പക്ഷേ നമുക്ക് നല്ല രസമാണ്. 50 രൂപ കൊടുക്കുക, 3 വളയം മേടിക്കുക, എറിഞ്ഞ് കൊള്ളിപ്പിക്കുക, ഇരിക്കുക, വീണ്ടും മേടിച്ചെറിയുക. അവർക്ക് ഒരു ദിവസത്തേക്കുള്ള വരുമാനം നമ്മൾ കൊടുക്കും. എനിക്കത് വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഒരു ഫുട്ബോൾ മേടിച്ച് എറിയാമെന്നൊക്കെ വിചാരിച്ചു, എളുപ്പമെന്ന് വിചാരിച്ച്. പക്ഷെ കൊണ്ടുപോലും ഇല്ല. നാണക്കേടായിരുന്നു സത്യം. നമുക്ക് നാണക്കേടൊന്നും വേണ്ട, അടുത്ത വീണ്ടും. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത സംഭവം എടുത്ത് ബോൾ എറിഞ്ഞ് വീഴ്ത്താം. ആദ്യത്തെ വീണപ്പോൾ ഞാൻ വിചാരിച്ച് വീഴുമായിരിക്കുമെന്ന്, പക്ഷേ എവിടാ, വീണില്ല. നമ്മൾ വിചാരിക്കും ഇതെല്ലാം സിമ്പിളാണ്, എറിഞ്ഞൊക്കെ വീഴ്ത്താം, അത്ര അടുത്തല്ലേ. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു ക്രൗഡിനകത്തൊക്കെ നിന്ന് എറിയുമ്പം കൊള്ളാതെ പോകും. ഇതുകൊണ്ടൊന്നും ഞാൻ തോക്കില്ല. അടുത്ത് ഞാൻ വീണ്ടും ഫുട്ബോൾ എടുത്ത്, എന്നിട്ട് അത് എറിഞ്ഞ് വീഴ്ത്തുമെന്ന് പറഞ്ഞു കൊണ്ടുപോലും ഇല്ല. എന്താണ് അമ്മയ്ക്ക് എന്താണ് അയ്യോ കട വിൽക്കാനുള്ള യുണീബിക്കായനെ അമ്മൂമ്മയുടെ പെടുത്തിക്കറി വിചാരിക്കുന്നതല്ല, നല്ല പാടാ കേട്ടോ. വീണ്ടും എടുത്തിരിക്കുന്നു. ഇവിടെ പറഞ്ഞ എനിക്ക് നമ്മൾ പറഞ്ഞ മേടിച്ചാട്ടോ. അയ്യോ എന്തെങ്കിലും കൊണ്ടുപോയെന്നുള്ള ഭയങ്കര വിശ്വാസത്തോടെ ആദ്യം വീണ്ടും 50 രൂപ. വീണ്ടും ഋഷി അമ്മച്ചേ രാധാത്തിന് കൊടുക്കാം. അമ്മൂമ്മ ഇങ്ങെടുത്തു, രാജത്തിന് കടയിൽ കൊടുക്കാം. എല്ലാരും കൂടെ നമ്മൾ അച്ഛൻ ഫുട്ബോൾ എറിഞ്ഞ് വീഴ്ത്തു വന്നപ്പോൾ നമ്മൾ ഫുട്ബോൾ ഒന്നുകൂടെ കൊടുക്കുകയാണ്.
കൊള്ളിച്ചില്ലെങ്കിൽ ഇടിയാട്ടെ വീട്ട്. ഇവൻ ഒടുക്കത്തെ പ്രാക്ടീസ് ആയിരുന്നു. ഇവന് മാവേലൊക്കെ ഒറ്റ എറിഞ്ഞ് മാങ്ങയൊക്കെ എറിഞ്ഞിടുന്നവനാണ്. അപ്പോൾ ഇവന് വേണ്ടി ഞാൻ സ്പോൺസർ ചെയ്ത് ഇവൻ എന്തുമായാലും എറിഞ്ഞ് വീഴ്ത്തുമെന്ന് എനിക്കങ്ങ് ഉറപ്പായിരുന്നു. അപ്പോൾ ഭയങ്കര ആത്മവിശ്വാസം അവിടെ കിടന്ന അന്യായ ഷോ ആയിരുന്നു. അവൻ്റെ ബോളൊക്കെ കിട്ടി, ബോള് കിട്ടിയിട്ട് അവനങ്ങ് ഷോ ആയിരുന്നു. അവസാനം കണ്ട് കണ്ടോ ഇതിനെ. അമ്മ കയറ്, അമ്മ കയറമ്മേ, എല്ലമ്മേ അമ്മ കയറ്. അതൊന്നല്ല ചോര കേറാം, വാ അന്ന വേണം കേറാം. ആരുണ്ട് ഇതിനകത്ത് കയറാൻ? ആരുണ്ട്? ഞാൻ നാളെ പോയി കയറട്ടെ, ഞാൻ പോയി കയറട്ടെ.